LDF-ന് ഇറങ്ങണം, നമുക്ക് ഭരണത്തിൽ വരണം. അതുകൊണ്ട് പിന്നോക്ക സമുദായക്കാരെ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി എന്നും സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ സൂപ്പിയും GPയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങള് അന്നത്തെ UDF ഗവൺമെന്റിനെ LDF ഗവൺമെന്റിനെ ഇറക്കാനും ഈ UDF ഗവൺമെന്റിനെ കയറാനും വേണ്ടി അവരോട് കൂടി കൂട്ടുനിന്ന് അന്ത്യം വരെ പ്രവർത്തിച്ച് അവർ പറഞ്ഞതനുസരിച്ച് എത്ര ജാഥാ പ്രകടനം എന്തിന് അന്ന് നടത്താനുള്ള ചെലവ് വരെ ഇതിനെ കൊണ്ട് ചെലവിപ്പാക്കുകയാണ്. അതുകൊണ്ട് ഇത് പറയണ എന്റെ കൂടെ പറയണ കേൾക്കണം, ഇവര് തരാത്തതിന്റെ അല്ല. അപ്പോ മറ്റാരേക്കാളും ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞ ആരാണ്? ഇവരല്ലേ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾക്ക് എല്ലാം തരും. കയറി കഴിഞ്ഞിട്ട് പുറകെ നടന്നിട്ട് ഞങ്ങൾക്ക് എന്ത് തന്നു? അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾ അവരെ ഇറക്കാന്ന് ട്രിപ്പിൽ കയറിയിട്ട് തരാത്തതുകൊണ്ടാണ് പറയണത്. അല്ലാതെ ഞങ്ങൾ മറ്റവരോട് തരണമെന്നും പറഞ്ഞു നടന്നില്ലല്ലോ. അത് തരാത്തപ്പോ അവര് കൊടുത്തോട്ടെ, ലീഗിന് കൊടുത്തിട്ട് ഞങ്ങളാരും പറഞ്ഞോ? ഞാൻ നിങ്ങളോട് ചോദ്യം മറുപടി പറയട്ടെ. അത് നിങ്ങൾ ചോദിക്കണം, അവര് ആർക്കും മുസ്ലിം എല്ലാവർക്കും കൊടുത്തോട്ടെ, സാമൂഹ്യ നീതി നടപ്പാക്കണ്ടേ? അവരെ കയറാൻ വേണ്ടി ഞങ്ങൾ നടന്നില്ലേ? അപ്പോഴല്ലേ പറഞ്ഞു നരേന്ദ്ര കമ്മീഷൻ ഒപ്പിക്കാൻ ഞങ്ങൾ കൂടെ നിന്നല്ലേ? മുസ്ലിങ്ങൾക്ക് പോസ്റ്റിന് കുറവുള്ള പാട്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്തിരിക്കാന്ന്? അല്ല, ഈഴവർക്ക് മുകളിലൊന്നുമില്ല, പ്യൂണേള്. കാരണം ഇപ്പോഴ് ആളുകളെല്ലാം ഇപ്പോ ഓരോരോ സ്ഥാനാർത്ഥികളുടെ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാം നടക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാവരും ചോദിക്കും, 2 പ്രാവശ്യമായി പിണറായി, ഇത് 3-ാം പ്രാവശ്യം വരുവാണ്. ഇത് എപ്പോഴും എന്നൊരു ചോദ്യമാണ്. ഇനി ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇനി 3-ാമത്തെ പ്രാവശ്യം പിണറായിക്ക് വോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ അവർ ജയിക്കും എന്നേ ഇനി ഞാൻ പറയുന്നുള്ളൂ. കാരണം പറയാനുള്ളതെല്ലാം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞാലേ ഈ പിണറായിയുടെ ഭരണം 2 കൊല്ലം കഴിഞ്ഞു. ഒരു കാര്യമുണ്ട്, ഒരു അക്രമവും അധിക്ഷേപങ്ങളൊന്നും ഒരു സമുദായ തുല്യത പാലിച്ചുകൊണ്ടും അദ്ദേഹം തന്നെ എത്രയോ മുസ്ലിം സമുദായങ്ങളെ സഹകരിച്ചും കാന്തപുരമായിട്ട് എല്ലാം തന്നെ നല്ല സൗഹാർദ്ദത്തിലല്ലേ പോയത്. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മതസൗഹാർദ്ദമല്ലാതെ മതവിദ്വേഷമോ മതകലഹമോ ഒരു മാറാടോ ഇവിടെ നടന്നോ? ഒന്നും നടന്നില്ല. അപ്പൊ ഇനിയും അതുപോലെ സമാധാനവും ശാന്തതയും ഇവിടെ നിലനിൽക്കണം. നമുക്ക് ഓരോ മതത്തെയും പിടിച്ചുകൊണ്ടും മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ചാനലിന് പരസ്പരം മത്സരിക്കല്ല. നമുക്ക് മതസൗഹാർദ്ദം സ്ഥാപിക്കാനാണ്. ഞാൻ ചില സത്യങ്ങൾ പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ടും ഒരു സമുദായത്തിനെതിരായി ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ ഒന്ന് പരിശോധിക്കാൻ. ആ സത്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സാമൂഹിക നടപ്പിലാക്കിയെങ്കിൽ അതുകൂടെ അവർക്ക് കൊടുത്ത് എല്ലാവർക്കും തുല്യ രീതി നടപ്പാക്കണമെന്ന് പറയേണ്ടതിന് പകരം എന്നെ ക്രൂശിക്കാൻ നടക്കുന്നതല്ല ശരി. അതുകൊണ്ട് അടുത്ത ഗവൺമെന്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം കിട്ടുന്നവൻ ഇനി ജയിക്കും. പിണറായിക്ക് ഇനിയും ഭൂരിപക്ഷം ഉണ്ടായാൽ അദ്ദേഹം ഇനിയും 3-ാമതും വരും. അതുകൊണ്ട് എഴുതി തള്ളാവുന്ന നിലയിലൊന്നും അല്ല ഇന്ന് LDF. LDF ആണോ UDF ആണോ ഈ SNDP യോഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത്? ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ R. ശങ്കറാണ്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആ ഭാര്യ R. ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്ത് പലർക്കും കൊടുത്ത കൂട്ടത്തിൽ പാമ്പനാർ ഒരു കോളേജ് വന്നിട്ടുണ്ട്. അത് മുഴുവൻ പൂർത്തീകരിച്ച് ഒപ്പിട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഭരണത്തിന് പോകേണ്ടി വന്നു. ഒന്ന് നടന്നത്. അതേസമയത്ത് അതിനുള്ളിൽ ശങ്കറിന് ശേഷം എത്രയോ സ്ഥാപനം മറ്റുള്ളവർക്ക് എല്ലാം കൊണ്ടുപോയി. ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ആര് കേൾക്കാൻ ആര് പറയാനെന്ന്. കാരണം ഇത് ഈ വിവേചനമാണ് ഇപ്പോൾ ജാതി ചിന്ത ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ജാതിപരമായുള്ള വിവേചനം അനുഭവിക്കാൻ കൊണ്ട് ഒരുപാട് കൊല്ലമായി. വിദ്യാഭ്യാസ നീതി കിട്ടുന്നില്ല. ഇത് പറഞ്ഞു വന്ന് ബാക്കിയുള്ള കിട്ടിയവരെല്ലാം എന്തിന് ഞങ്ങളെ വായിട്ട് കുത്തുന്നത്? ഉണ്ടോ ഇല്ലേ നിങ്ങൾ വേണ്ട, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, നിങ്ങൾ പഠനം നടത്തുക. ജനസംഖ്യ ആനുപാതികമായി വിദ്യാഭ്യാസ നീതി ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരു കമ്മീഷൻ വെച്ച് പഠനം നടത്തുക. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ആ കുറവ് ഏതെല്ലാം സമുദായത്തിലുണ്ടോ അത് കൊടുക്കുക.
ഇത് പറയാതെ ഞാൻ മതവിദ്വേഷം പരത്തുന്നു മനോവിദ്വേഷം പരത്തുന്നു ഡൽഹിയിൽ ചാനൽ ചർച്ച നടത്തിയൊന്നും ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. ആ പറഞ്ഞതിലൊന്നും മാറാനും തയ്യാറല്ല. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. പറഞ്ഞതിൽ നിന്നും മാറുന്നില്ല. MSF അവരെല്ലാവരും തീവ്രവാദികളാണോ?